എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് വളരെ പുരാതനവും ശക്തിയേറിയതുമായ ഒരു ഗ്രന്ഥത്തെപ്പറ്റിയാണ്. ലളിതാ സഹസ്രനാമം, അതായത് ദേവിയുടെ 1000 നാമങ്ങൾ. അപ്പോ നമുക്ക് നേരെ വിഷയത്തിലേക്ക് കടന്നാലോ? ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ. നമുക്ക് വിവരിക്കാൻ പോലും പറ്റാത്ത ഒന്നിനെ അതിനെങ്ങനെയാണ് നമ്മൾ വിവരിക്കുക? ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണല്ലേ? എന്നാൽ കൃത്യമായി ഈയൊരു വെല്ലുവിളിയാണ് ലളിതാ സഹസ്രനാമം എന്ന ഗ്രന്ഥം ഏറ്റെടുക്കുന്നത്. അപ്പോ ഈ കാണുന്നതാണ് നമ്മുടെ ഇന്നത്തെ ചർച്ചയുടെ ആധാരം, ശ്രീ ലളിതാ സഹസ്രനാമം. നൂറ്റാണ്ടുകളായിട്ട് കവികളും ഋഷിമാരുമൊക്കെ ദൈവികമായ കാര്യങ്ങളെപ്പറ്റി പറയാൻ ഒരുപാട് രൂപകങ്ങൾ, അതായത് മെറ്റഫേഴ്സ് ഉപയോഗിച്ചിട്ടുണ്ട്. അതിന്റെ ഏറ്റവും മികച്ച ഉദാഹരണങ്ങളിലൊന്നാണ് ഈ ഗ്രന്ഥം. അപ്പൊ നമുക്ക് തുടങ്ങാം അല്ലേ? ഈ ഗ്രന്ഥം എങ്ങനെയാണ് ശ്രീദേവിയെ വർണ്ണിക്കുന്നതെന്ന് നോക്കാം. നമുക്ക് ദേവിയുടെ മുഖസൗന്ദര്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. ഇത് ദേവിയുടെ 1000 നാമങ്ങളിൽ ഒരെണ്ണം മാത്രമാണ് കേട്ടോ. വദനസ്മരമാംഗല്യ ഗൃഹതോരണ ചില്ലിക. ഒറ്റ കേൾവിയിൽ വലിയൊരു വാക്കാണെന്ന് തോന്നും. പക്ഷെ ഇതിലൂടെ ഓരോ പേരിനും എത്രമാത്രം ആഴത്തിലുള്ള അർത്ഥങ്ങളുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്താണ് ഈ വാക്കിന്റെ അർത്ഥമെന്നല്ലേ? കാമദേവന്റെ വീടിനു മുന്നിലെ തോരണം പോലെ മനോഹരമായ പുരികങ്ങളുള്ളവൾ. ഒന്ന് ആലോചിച്ചു നോക്കൂ, ആ ഒരു സങ്കല്പം. ദേവിയുടെ മുഖം അത്രയ്ക്ക് സുന്ദരമാണ്. അത് സാക്ഷാൽ പ്രണയത്തിന്റെ ദേവനായ കാമദേവന്റെ ആസ്ഥാനമാണത്രേ. അപ്പോൾ ആ വീടിന്റെ അലങ്കാര തോരണങ്ങളോ? അത് ദേവിയുടെ പുരികങ്ങളാണ്. എന്തൊരു മനോഹരമായ വർണ്ണനയാണല്ലേ? അപ്പോ ഈ കാവ്യാത്മകമായ വർണ്ണന ഇവിടെ തീരുന്നില്ല. ദേവിയുടെ മറ്റ് അവയവങ്ങളെക്കുറിച്ചും പറയുന്നുണ്ട്. ദേവിയുടെ കണ്ണുകൾ മുഖസൗന്ദര്യമാകുന്ന പുഴയിൽ നീന്തിക്കളിക്കുന്ന മീനുകളെ പോലെയാണെന്ന് പറയുന്നു. മൂക്കാണെങ്കിലോ വിരിഞ്ഞ ചെമ്പകപ്പൂ പോലെ. കവിളുകളോ ഇന്ദ്രനീല കല്ലുകൊണ്ടുണ്ടാക്കിയ കണ്ണാടി പോലെയാണത്രേ. ചുണ്ടുകളാണെങ്കിലോ പവിഴങ്ങളെയും ബിംബപ്പഴത്തിനെയും കടത്തിവെട്ടുന്ന ചുവപ്പുള്ളതും. ശരിക്കും പ്രകൃതിയിലെ ഏറ്റവും മനോഹരമായ കാര്യങ്ങളോടാണ് ഓരോന്നും ഉപമിച്ചിരിക്കുന്നത്. പക്ഷേ ഒരു മിനിറ്റ്, ഇതൊക്കെ കേൾക്കുമ്പോൾ വെറും ഭംഗിവാക്കുകളാണെന്ന് തോന്നുന്നുണ്ടോ? അല്ല, അതാണിതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ഓരോ വർണ്ണനയ്ക്ക് പിന്നിലും വളരെ ആഴത്തിലുള്ള ചില അർത്ഥങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട്. അതെങ്ങനെയാണെന്ന് ഞാനൊരു ഉദാഹരണത്തിലൂടെ പറഞ്ഞുതരാം. ദേവിയുടെ പല്ലുകളെക്കുറിച്ച് പറയുന്നൊരു ഭാഗമുണ്ട്. അത് ശുദ്ധവിദ്യയുടെ, അതായത് പരമമായ അറിവിന്റെ മുളകൾ പോലെ തിളങ്ങുന്നു എന്നാണ്. അപ്പോ എന്താണ് ഈ ശുദ്ധവിദ്യയുടെ മുളകൾ? ദേവിയുടെ മുകളിലെയും താഴത്തെയും പല്ലുകളുടെ നിരകൾ ഷോഡശി മന്ത്രം എന്നറിയപ്പെടുന്ന വളരെ ശക്തിയേറിയൊരു മന്ത്രത്തിലെ 16 അക്ഷരങ്ങളെയാണ് പ്രതിനിധീകരിക്കുന്നത്. അപ്പോൾ മുകളിലും താഴെയുമായി ആകെ 32 പല്ലുകൾ. അറിവ് നേടാനുള്ള 32 തരം ആത്മീയ ദീക്ഷകളെയാണ്, അല്ലെങ്കിൽ വഴികളെയാണ് സൂചിപ്പിക്കുന്നത്. കണ്ടില്ലേ, ഒരു പുഞ്ചിരിക്ക് പിന്നിൽ എത്ര വലിയൊരു അർത്ഥമാണ് ഒളിഞ്ഞിരിക്കുന്നത്? ഈ പ്രതീകാത്മകത മുഖത്തു മാത്രമല്ല, ദേവിയുടെ പാദങ്ങൾ വരെ നീളുന്നുണ്ട്. ഒന്ന് ഓർത്തുനോക്കൂ, ദേവിയുടെ കാൽവിരലിലെ നഖങ്ങളുടെ തിളക്കം. ആ തിളക്കത്തിനു പോലും നമ്മുടെ അജ്ഞതയാകുന്ന ഇരുട്ടിനെ ഇല്ലാതാക്കാൻ കഴിയുമെന്നാണ് പറയുന്നത്. ആ പ്രകാശം കണ്ടാൽ മാത്രം മതി ദേവന്മാർക്കും ഭക്തർക്കും ജ്ഞാനമുണ്ടാവുമെന്നു. അപ്പൊ ദേവിയുടെ രൂപത്തെപ്പറ്റി നമ്മൾ കണ്ടു. ഇനി നമുക്ക് ദേവിയുടെ ഇരിപ്പിടം, അല്ലെങ്കിൽ സാമ്രാജ്യത്തെപ്പറ്റി നോക്കാം. എങ്ങനെയാണ് ഈ വർണ്ണന ഒരു വ്യക്തിയിൽ നിന്നും മാറി ഒരു പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കുന്നത് എന്ന് കാണാം. ദേവി എവിടെയാണിരിക്കുന്നത്? സാധാരണ പോലെ സ്വർണം കൊണ്ടോ രത്നങ്ങൾ കൊണ്ടോ ഉണ്ടാക്കിയൊരു സിംഹാസനത്തിലല്ല. ഈ പ്രപഞ്ചത്തെ നിലനിർത്തുന്ന 5 അടിസ്ഥാന ശക്തികളുണ്ടല്ലോ, ആ ശക്തികളാണ് ദേവിയുടെ സിംഹാസനം. ഈ 5 ശക്തികളെയാണ് പഞ്ചബ്രഹ്മാക്കൾ എന്ന് പറയുന്നത്. സൃഷ്ടി നടത്തുന്ന ബ്രഹ്മാവ്, അതിനെ നിലനിർത്തുന്ന വിഷ്ണു, സംഹരിക്കുന്ന രുദ്രൻ, എല്ലാം മറയ്ക്കുന്ന ഈശാനൻ, പിന്നെ അനുഗ്രഹം നൽകുന്ന സദാശിവൻ. ഈ 5 പേരാണ് ആ സിംഹാസനത്തിന്റെ കാലുകളും ഇരിപ്പിടവും. അതിനർത്ഥം എന്താ? ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ പ്രവർത്തന ചക്രവും ദേവിയുടെ നിയന്ത്രണത്തിലാണെന്നാണ്. അപ്പോ ഇത്രയും ശാന്തയും സുന്ദരിയുമായ ദേവിക്ക് മറ്റൊരു മുഖം കൂടിയുണ്ട്. അജ്ഞതയ്ക്കെതിരെ ഒരു വലിയ യുദ്ധം നയിക്കുന്ന ധീരയായ ഒരു യോദ്ധാവിന്റെ മുഖം. ഈ ഗ്രന്ഥത്തിൽ ഭണ്ഡാസുരൻ എന്നൊരു അസുരനുമായി ദേവി യുദ്ധം ചെയ്യുന്നതിനെപ്പറ്റി പറയുന്നുണ്ട്. ആരാണ് ഈ ഭണ്ഡാസുരൻ? അവൻ നമ്മുടെ ഉള്ളിലെ അഹങ്കാരത്തെയും അജ്ഞതയെയും വെറും ഇന്ദ്രിയസുഖങ്ങളെയുമൊക്കെയാണ് പ്രതിനിധീകരിക്കുന്നത്. അവനെ നശിപ്പിക്കാനായി ദേവി ഒരു വലിയ സൈന്യത്തെ തന്നെ ഉണ്ടാക്കുന്നു. ദേവിയുടെ സൈന്യം എത്ര വലുതാണെന്നോ? ഒരു പേരിൽ തന്നെ പറയുന്നത് ദേവി കോടിക്കണക്കിന് കുതിരകളാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു എന്നാണ്. ആ കുതിരപ്പടയെ നയിക്കുന്നത് അശ്വാരൂഢ എന്ന സേനാപതിയാണ്. ആലോചിച്ചു നോക്കൂ,
കോടിക്കണക്കിന് കുതിരകൾ. ഈ യുദ്ധത്തിലെ ഓരോ കാര്യവും പ്രതീകാത്മകമാണ്. ഒരു ഉദാഹരണം നോക്കൂ. അസുരന്റെ പക്ഷത്തുള്ള ഒരു മന്ത്രിയാണ് വിഷങ്ങൻ. അതിന്റെ അർത്ഥം തെറ്റായ ആകർഷണമെന്നാണ്. എന്നാൽ ദേവിയുടെ സേനാപതി ആരാണ്? മന്ത്രിണി, അതായത് ദിവ്യമായ ജ്ഞാനം. അപ്പോൾ ശരിക്കും ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ദിവ്യമായ ജ്ഞാനം തെറ്റായ ആകർഷണത്തെ ഇല്ലാതാക്കുന്നു. നമ്മുടെ ഉള്ളിൽ നടക്കുന്നൊരു പോരാട്ടം പോലെ തന്നെയല്ലേ? അപ്പോൾ ഈ സൗന്ദര്യവും ശക്തിയും യുദ്ധവുമെല്ലാം എന്താണ് ശരിക്കും അർത്ഥമാക്കുന്നത്? ഈ ഗ്രന്ഥം അവസാനിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ദേവി വെറുമൊരു ദേവതയല്ല, മറിച്ച് ഈ കാണുന്ന എല്ലാറ്റിന്റെയും ഉറവിടമാണ് എന്നാണ്. വളരെ ആഴത്തിലുള്ള ഒരാശയമാണിത്. വാസ്തവത്തിൽ ശിവനെ നിയന്ത്രിക്കുന്നത് പോലും ശക്തിയാണ്. ശിവൻ എന്തെങ്കിലും ചെയ്യാൻ കഴിയണമെങ്കിൽ അതിന് ശക്തിയുടെ സഹായം വേണമെന്നാണ് പറയുന്നത്. അതായത് ശിവനും ശക്തിയും രണ്ടല്ല, ഒന്നു തന്നെയാണ്. ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങൾ പോലെ. ഒന്ന് ബോധമാണെങ്കിൽ മറ്റേത് ആ ബോധത്തിന്റെ ഊർജമാണ്. ഇവ രണ്ടും ചേരുമ്പോഴാണ് പരമമായ യാഥാർത്ഥ്യമുണ്ടാകുന്നത്. അപ്പോൾ നമ്മളെവിടെ നിന്നാ തുടങ്ങിയത്? ദേവിയുടെ സൗന്ദര്യത്തെപ്പറ്റിയുള്ള കാവ്യവർണ്ണനകളിൽ നിന്ന്. അവിടെ നിന്ന് നമ്മൾ ദേവിയുടെ പ്രപഞ്ചം പോലെയുള്ള വാസസ്ഥലം കണ്ടു, പിന്നെ ദേവിയുടെ ശക്തിയുടെ പ്രതീകാത്മകമായ അർത്ഥങ്ങൾ മനസ്സിലാക്കി. അവസാനം നമ്മൾ എവിടെ എത്തി? ഈ കാണുന്ന എല്ലാറ്റിന്റെയും ഉറവിടം ദേവിയാണെന്ന തിരിച്ചറിവിൽ. അപ്പോ ഒരു അവസാനത്തെ ചോദ്യം. ദൈവികമായത് എന്നു പറയുന്നത് ഒരേ സമയം അതിമനോഹരവും അതേസമയം ഭയാനകവുമായ ശക്തിയുള്ളതുമാണെങ്കിൽ അത് നമ്മുടെ ഈ പ്രപഞ്ചത്തെക്കുറിച്ച് എന്താണ് പറഞ്ഞു തരുന്നത്? ഒരുപക്ഷേ നമ്മുടെ പ്രപഞ്ചം അതുപോലെയായിരിക്കോ? ഒരേ സമയം സൃഷ്ടിയും സംഹാരവും ശാന്തതയും ശക്തിയും എല്ലാം ചേർന്ന ഒരു വലിയ നൃത്തം. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്?